യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും വേഗത്തിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്നു തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. കാട്ടാനാക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ദമ്പതികൾ. കരുവാരകുണ്ട് പറയൻമാട് ആദിവാസി ഗ്രാമത്തിലെ സുരേഷ് ബാബു മിനി ദമ്പതികളാണ് ബുധനാഴ്ച രാത്രി കാട്ടാനാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പറയൻമാട്ടിലെ 4 ആദിവാസി കുടുംബങ്ങളും ഭീതിയോടെയാണ് കഴിയുന്നത്. സൈലന്റ് വാലി വനമേഖലയിൽ നിന്ന് ചക്ക തേടിയെത്തിയ കാട്ടാനകൾ ഇപ്പോൾ പറയൻമാട് കാട്ടിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ചുള്ളിയോട്, ഇരിങ്ങാട്ടിരി, എടപ്പറ്റ പഞ്ചായത്തിലെ മൂനാടി, പുളിയക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ എത്തി വ്യാപക കൃഷിനാശവും വരുത്താറുണ്ട്. മലയിറങ്ങുന്ന കാട്ടാനകൾ കൃഷിയാണ് നശിപ്പിക്കുന്നതെങ്കിൽ പറയൻമാടുള്ളവർ ജീവൻ പണയം വെച്ചാണ് കഴിയുന്നത്. നേരം ഇരുട്ടിയാൽ ആനകൾ വീട്ടുമുറ്റങ്ങളിലെത്തും. ശബ്ദമുണ്ടാക്കി ആനകളെ തുരത്താൻ ശ്രമിക്കുമ്പോൾ ആക്രമിക്കാൻ ഓടിയടുക്കും. ഇത്തരത്തിലുള്ള ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് സുരേഷ് ബാബുവും ഭാര്യ മിനിയും രക്ഷപ്പെട്ടത്. അതിൽ വലപ്പടക്കം ഇട്ടു കത്തിച്ചാൻ വേണ്ടിയിട്ട് പേപ്പറിന് തീ കൊടുക്കാൻ നിൽക്കണ സമയം കൊണ്ട് ആനവിടെ എത്തി. അതാ വേറ്റപ്പെട്ടി നിൽക്കണ അവിടെ വന്നിക്കുക. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഓടാൻ വേണ്ടി ഒരു കോലമില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ചെരിപ്പോൾ ഞങ്ങൾ 3-4 ആളുണ്ട്, അച്ഛനുണ്ട് അനിയനുണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ഇവിടുന്ന് പൊയ്ക്കോന്ന് പറഞ്ഞു അവരോട്, പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അല്ല ഇവിടെ വെക്കാൻ പറ്റില്ലല്ലോ. അതിൽ ഒരു പോയി. പിന്നെ ഞങ്ങളവിടെ വന്നിട്ട് കയറി നോക്കുമ്പോൾ ഇവിടെ ഇവിടെ വരെ വന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വലപ്പടക്കം ഉണ്ട്. പൊട്ടി കത്തിച്ചിട്ട് തീരിൻ്റെ അവിടേക്ക് തീ എത്തിയിട്ടില്ല. ആ സമയം കൊണ്ട് തന്നെ വന്നിട്ട് ഇവിടെ വന്ന് ആദ്യം വന്ന് വീണു കഴിഞ്ഞാൽ നീച്ചിട്ട് പിന്നെ ഇതിനെ ചവിട്ടിയിട്ട് പിന്നെ നേരെ ഇതിൽ ഒരു പോക്കും പോയി. പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങളെ ചോറും സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരുന്നു. പിന്നെ ചോറൊന്നും വെച്ചിട്ടില്ല, കാരണം ആ സമയം കൊണ്ട് പേടിയായിരുന്നു. അതിൽ ആ വെപ്പറകളത്തിൽ തന്നെ അവൾക്ക് പനിക്കും ചെയ്തു. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയൊക്കെയാണ്. പടക്കം പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ബാരലുകളും കാട്ടാനകൾ നശിപ്പിച്ചു. സമീപത്ത് കൃഷി ചെയ്യുന്ന പുൽവെട്ട സ്വദേശി രാജന്റെ കമുകുകളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്.